നമസ്കാരം. ഞങ്ങൾ പുതിയൊരു വീഡിയോ ഇട്ട് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഒന്നും പറയാനൊന്നുമില്ല. നമ്മളന്ന് നിലമ്പൂർ തേക്ക് മ്യൂസിയം പോയപ്പോൾ നമ്മളൊരു കാര്യം സർപ്രൈസ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നൊരു വീഡിയോ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത്. പിന്നെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിപ്പോയി. അതുകൊണ്ട് ഇടയ്ക്കൊന്നും വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ആ ഒരു സർപ്രൈസ് എന്താണെന്ന് റിവീൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താണ് സംഭവം എന്ന് പറയണ്ട, അത് അവർ കാണട്ടെ. അതിനെ പറ്റിയിട്ട് അബിക്ക് എന്താ കൂടുതലായിട്ട് പറയണമെന്ന് പറയും. മെയിനായിട്ട് കുറേ ആയിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അത് വേറെ ഒന്നുമല്ല, ഞാനും ബിസിയായിരുന്നു. വർക്കിൻ്റെ ഭാഗമായിട്ട് ഉണ്ണിയും ബിസിയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ ഇത്രയും താമസം എടുത്തൊരു വീഡിയോ ചെയ്യാനായിട്ട്. രണ്ടാളും ഫ്രീ ആയിട്ട് ഒന്ന് കണ്ടുമുട്ടിയിട്ടുമില്ല കുറേ ആയിട്ട്. നേരിട്ട് കാണണം, ഞങ്ങൾ തമ്മിൽ തന്നെ നേരിട്ട് കാണണമൊക്കെ, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. പിന്നെ മെയിനായിട്ട് പറയാനുള്ള സർപ്രൈസ് എന്ന് പറഞ്ഞ് നമുക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കുന്നത് നല്ലത്. അപ്പോൾ സംഭവം എന്താണെന്ന് കാണാം. അപ്പോൾ നിങ്ങൾ കാണാൻ എന്താണെന്നുള്ളത് നമ്മളെ. അപ്പോൾ ഇത്രയും കാലമായിട്ട് നിങ്ങളോട് പറഞ്ഞു വെച്ചിരിക്കുന്ന ആ സർപ്രൈസ് ഇതാ ഇപ്പോൾ കാണുകയാണ്. ഇതാണ് നമ്മൾ പറയുന്ന ആ സർപ്രൈസ്. ഒരുപാട് കാലത്തെ ഒരു പ്രയത്നമായിരുന്നു. ഒന്നുമല്ല, നമ്മളിപ്പോൾ ഈ ഒരു വ്ളോഗ് ചെയ്യുമ്പം അതിനനുസരിച്ച് എന്താ പറയുക, ഒരു ചേഞ്ച് വരിക എന്നുള്ള രീതിയിലൊന്നുമല്ല. പക്ഷേ എല്ലാവരുടെയും പോലെ തന്നെ ഞങ്ങൾക്കൊരാഗ്രഹം എല്ലായിടത്തും ഒന്ന് ചുറ്റിക്കറങ്ങണം, നമ്മുടെ സ്വന്തം വണ്ടിക്കൊന്ന് ചുറ്റിക്കറങ്ങണം എന്നുള്ളൊരാഗ്രഹം. അപ്പോൾ ആ ആഗ്രഹം ഒരു തുടക്കമായിട്ടുള്ളൂ, ഒരിക്കലും ഒരു എൻ്റെ ഒന്നുമല്ല, ഒരു തുടക്കമായിട്ടുള്ളൂ. ഇതിപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ ഇതായി കാണുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്ളോഗുകൾ, അതായത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സ്ഥലങ്ങൾ ഒക്കെ കൂടുതലായിട്ട് നമ്മളൊന്നുകൊണ്ട് ഫ്രീ ആയതിന് ശേഷം ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇതേപോലെ തന്നെ ഒരു സർപ്രൈസായിട്ട് കടന്നോട്ടെ, എന്താണ് സംഭവങ്ങൾ എന്നൊക്കെ ഉള്ളത്. പിന്നെ ഇപ്പോൾ എന്താ, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഒരു ഡ്രൈവറല്ല, ഒരു ഡ്രൈവിങ് അറിയാത്ത ഒരാൾ എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആധികാരികമായിട്ടൊന്നും സംസാരിക്കണില്ല. അപ്പോൾ നമ്മുടെ അബിക്ക്, അതായത് ഒന്നുമല്ല, മുമ്പത്തെ ഒരു ഫസ്റ്റത്തെ ഒരു വീഡിയോ കണ്ടാവും, നമ്മുടെ ABC വീഡിയോ, ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്. അപ്പോൾ അതിലൊരു വ്യക്തിനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവൻ്റെ ഒരു ഫ്രണ്ട് ഡ്രൈവിങ് പഠിക്കാനായിട്ട് നിൽക്കുന്നുണ്ടെന്നൊക്കെ. അത് വേറെ ആരുമല്ല, ഈ ഞാൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ അതും കൂടി ഞങ്ങൾ ഇതിലൊന്ന് ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അതായത് ഡ്രൈവിങ് പഠിക്കുമ്പം എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ. അതായത് ഒരു തിയറി ക്ലാസ് പോലെ എടുത്തിട്ട് കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ നമ്മളത് കേട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്കത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോഴല്ലേ അറിയുള്ളൂ. അപ്പോൾ അതും കൂടി ഇതിലൊന്ന് ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ബെറ്റർ ആയിരുന്നു. അപ്പോൾ എന്തായാലും വണ്ടിയുടെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട്, അതായത് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ്, ഏതൊക്കെ മോഡൽ എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മുടെ അബി നമ്മളോട് ഷെയർ ചെയ്യും. അപ്പോൾ അതൊന്ന് കാണാം. അപ്പോൾ നമ്മൾ വണ്ടി കണ്ടു എന്നല്ല, വണ്ടി കൂടുതൽ പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് കാണാം. ഡോറ് കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു തൂക്കമുണ്ട് ഡോറിന്. ഫ്രണ്ട് ലെഫ്റ്റ് സൈഡാട്ടത്. സൗണ്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് ഇങ്ങനെ വരുമ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബമ്പറിൻ്റെ പുറത്തിങ്ങനെ കമ്പിയൊക്കെ ഉണ്ട്. ബമ്പർ നമുക്ക് സെപ്പറേറ്റ് ആഡ് ചെയ്യാം. ബൈക്കൊക്കെ ആവറേജ് കഴിഞ്ഞിരിക്കണം, വരുമ്പോഴേക്കും മാറ്റാനേ ഉള്ളൂ. ഹെഡ്ലൈറ്റും ചെറിയ മങ്ങലൊക്കെ ഉണ്ട്. ഇതാണ് മെയിനായിട്ട് പോയിട്ടുള്ളത്. പാർക്ക് ബൾബ് ഇല്ല കേട്ടോ, പാർക്കിൻ്റെ ഉള്ളിൽ ബൾബ് ഇല്ല, അത് നമുക്ക് ആഡ് ചെയ്യണം. പിന്നെ അങ്ങനെ ഈ എടുത്ത് വരുമ്പം ഡോറത്തെ പാടുക ഇല്ല. ഈ സൈഡ് ഡോറ് കുഴപ്പമില്ല, തൂങ്ങിയിട്ടൊന്നുമില്ല, ഓക്കെയാണ്. ടയർ ഇത് മൊത്തമായിട്ടുണ്ട്. ഫ്രണ്ട് ആ സൈഡും അതേ സെയിമാണ്, അത് നമുക്ക് മാറ്റാം. അങ്ങനെ ചെറിയ പണികൾ. ഈ ഡോറ് നോക്കാം, സ്മൂത്താണ്, കുഴപ്പമൊന്നുമില്ല. ഉള്ളിൽ നമുക്ക് മാറ്റ് ഇടണം. ഇപ്പോൾ ഇങ്ങനെയാണുള്ളത്, കിട്ടുമ്പോൾ ഇങ്ങനെയാണ്. നമുക്ക് മാറ്റ് ഇടണം. മാറ്റിട്ടൊന്ന് വൃത്തിയാക്കാനേ ഉള്ളൂ.
പിന്നെ ചളിയും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. വേറെ ഉള്ളിൽ കാര്യങ്ങൾ മുകളിലും വലിയ പ്രശ്നമൊന്നുമില്ല. ചെറിയ ചെറിയ ഒന്ന് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൃത്തി ബോഡിക്ക് വലിയ പുറത്താണെങ്കിലോ വലിയ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. ബാക്കത്തെ ടയറല്ല കട്ടുണ്ട് കേട്ടോ, ഇത് ടയറല്ല കട്ടുള്ളതാണ്. ഇത് പെട്രോൾ ടാങ്കിൻ്റെ ആണ്, ഇത് ഗ്യാസിൻ്റെ ആണ്. അത് നമ്മളെ വണ്ടിക്ക് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, പെട്രോൾ മാത്രമല്ല. പിന്നെ ബാക്ക് ബമ്പറും വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. ബാക്കിൽ ഡോറ് ഉഷാറാണ്, തൂങ്ങിയിട്ടോ ബാക്കി കാര്യങ്ങളൊന്നുമില്ല. ബാക്ക് ഡോറൊക്കെ ഉഷാർ തന്നെയാണ്. സ്റ്റെപ്പിന് ആ സൈഡിലാണ് വെക്കാറ്, ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത്. ഉള്ളിൽ ചെറിയ ചെറിയ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയ പാച്ച് വർക്ക് വരുന്നുണ്ട്. നമുക്ക് പണിക്ക് നിർത്തുമ്പം ഒന്നിച്ച് ചെയ്യാൻ കരുതിയിട്ടാണ്, എല്ലാ പണിക്കൂടി ഒന്നിച്ചാണ് നിർത്താൻ കരുതിയിട്ടാണ്. എടുത്ത് ഡോറ് സൈഡ് നല്ല അമർത്തി അടച്ചിലാണ്. ഇവിടെ ചെറിയ ഗ്യാപ്പ് വരുന്നത്. അത് ദമ്മിലടച്ച് ഇപ്പോൾ കുഴപ്പമില്ല, അങ്ങനെ കുറച്ച് ദമ്മിലടച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇനി ഉള്ളിൽ കാണാൻ ഇത് 8 സീറ്റാണ് വരുന്നത്. ഇപ്പോൾ 4 അല്ല, ഇവിടെ 3 അവിടെ 3 പിന്നെ മുന്നിൽ 2, അങ്ങനെ 8 സീറ്റാണ് വരുന്നത്. ഇവിടെ ഉള്ളത് വീട്ടിൽ അയച്ചു വെച്ചിട്ടുള്ളത്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ നെട്ടും ബോൾട്ടും മെയിനായിട്ട് ഉണ്ടായിരുന്നില്ല കിട്ടുമ്പോൾ. ഇതിലിങ്ങനെ വെറുതെ വെച്ചിരിക്കുകയാണ്. പിന്നെ പെരിയിൽ ഊരിയിട്ടൊക്കെയാണ് നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാം. ഒന്ന് മൊത്തത്തിലൊന്ന് അയച്ച് പണിയെടുത്തിട്ട് സെറ്റ് ചെയ്യാൻ കരുതിയിട്ടാണ്. അപ്പോൾ വീട്ടിലാണ് വെച്ചിട്ടുള്ളത്. ഒന്ന് ഉള്ളിൽ കയറിയാണ്. ഇരിക്കാനൊക്കെ അപാരം, കാലൊക്കെ സ്ഥിരമായിട്ട് നീട്ടിയിരിക്കാം, ഉഷാറായിട്ടിരിക്കാം. അപ്പോൾ അവിടെ ഒരു സീറ്റ് കൂടി ഉണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് സുഖമായിട്ട് ഇരിക്കാം. അപ്പോൾ അഭിയഞ്ഞ് ഇതിൻ്റെ മോഡലും കാര്യങ്ങളും പിന്നെ വണ്ടി എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളത്, അപ്പോൾ ബാക്കിയുള്ള ഫുൾ ബോഡി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഇതിൻ്റെ എഞ്ചിനും നമ്മളിപ്പോൾ കുറച്ച് ദിവസമായാലും ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, അപ്പോൾ അതിൻ്റെ എന്താ പറയുക മെച്ചങ്ങളാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുറവായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും, ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ടൈപ്പ് വണ്ടി യൂസ് ചെയ്യുന്നത്, അതൊരു വാൻ ടൈപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പോരായ്മകളാണെങ്കിലും അല്ലെങ്കിൽ ഒരു മെച്ചമായിട്ട് കരുതുന്ന ഭാഗമാണെങ്കിലും എന്താണെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് കേൾക്കാം, എനിക്കുൾപ്പെടെ. ഇപ്പോൾ നമ്മളെ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ 2008 മോഡൽ വണ്ടിയാണ്. ഇപ്പോൾ ഇതിനിപ്പം നമ്മൾ നോക്കുമ്പോൾ തന്നെ അധികം കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഓടിക്കാനും തന്നെ ഉഷാറാണ്, നല്ല പുള്ളിങ്ങും കാര്യങ്ങളും ഉണ്ട്. ഇതിൻ്റെ എൻജിന് വരുന്നത് MPFI എൻജിനാണ് വരുന്നത്. നല്ല പവറുള്ള ടൈപ്പ് എൻജിൻ തന്നെയാണ്. അതിന് മൈലേജിന് എന്തോ ഒരു ഇത് വരുന്നുണ്ട്, മാറ്റം വരുന്നത്. അതായത് നോർമലായിട്ട് കാർബറേറ്ററിൻ്റെയും പിന്നെ MPFIൻ്റെയും തമ്മിൽ മൈലേജിൽ മാറ്റം വരുന്നുണ്ട് തോന്നുന്നുണ്ട് അല്ലേ? അങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് വലിയൊരു ഇത് അറിയില്ല. ഇപ്പോൾ MPFI മാത്രമേ നമ്മൾ യൂസ് ചെയ്ത് നോക്കി. വണ്ടീനെ പറ്റി ഞങ്ങൾ അന്വേഷിക്കേണ്ട സമയത്ത് തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ നമ്മൾ സാധാ 800 ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു Omni ആണെന്നുണ്ടെങ്കിലും ഒക്കെ MPFI എഞ്ചിനാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പെർഫോമൻസും പിന്നെ മൈലേജ് വൈസ് നോക്കുമ്പം അതിലും തന്നെ കൂടുതലായിട്ട് അതായത് മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പം കുറച്ചൊരു മെച്ചത്തിലാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കൂടുതലായിട്ട് ഈ ഒരു MPFI എഞ്ചിനുള്ള ഒരു വണ്ടിയാണ് ഞങ്ങളായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ഒരു MPFI എഞ്ചിനുള്ളായിട്ട് ആ ഒരു ഏരിയയാണ് കൂടുതലായിട്ട് നോക്കിയത്. ഒരു MPFI എഞ്ചിനുള്ള ഒരു വണ്ടിയായിട്ടാണ് കൂടുതലായിട്ട് നോക്കിയത്. അപ്പോൾ അങ്ങനെ നോക്കിയ സമയത്ത് നമുക്ക് ഇവിടുന്ന് വണ്ടി നോക്കിയത് നമ്മളിപ്പോൾ എടക്കരയെന്നാണ്. എടക്കര എത്തണ്ട, നിലമ്പൂരിൽ നിന്ന് എടക്കര എത്തും വേണ്ട. അതിൻ്റെ അടിയിലിപ്പോൾ എന്തോ പഞ്ചായത്ത് പടി അങ്ങനെ സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ വണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അന്ന് പോയത് അന്ന് നിലമ്പൂർ തേക്ക് മ്യൂസിയം കാണാൻ വേണ്ടി പോയതായിരുന്നില്ല, നമ്മൾ ഈ ഒരു ആവശ്യത്തിന് പോയതായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞപ്പം അല്ലെങ്കിൽ ഉണ്ടായതുകൊണ്ട് നമ്മൾ അതും കൂടി ഒരു വ്ളോഗാക്കി ചെയ്തതാണ്.
പക്ഷെ അതിൽ തന്നെ ഞങ്ങൾ വിട്ടുപോയിട്ടില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങനെ ഒരു സർപ്രൈസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ. പിന്നെ ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അഭി സംസാരിക്കും. കാരണം എനിക്ക് അവിടെ ഇരിക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഇരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇതിന് പവർ സ്റ്റിയറിംഗ് ഒന്നുമില്ല, നമ്മുടെ സാധാ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. പിന്നെ ഇതിന് കുറച്ച് പ്ലേ വരുന്നുണ്ട്, നമുക്ക് റെഡിയാക്കാവുന്നേ ഉള്ളൂ. പിന്നെ അതേമാതിരി സ്റ്റിയർ ലിവറിനും ചെറിയൊരു പ്ലേ വരുന്നുണ്ട്. പിന്നെ ഹാൻഡ് ബ്രേക്ക് വരുന്നത്, ക്ലച്ചും ബാക്കി കാര്യങ്ങളൊക്കെ ഫുൾ കണ്ടീഷനാണ്. അങ്ങനെ ചെറിയൊരു ഇത് വരുന്നുള്ളൂ. അതിപ്പോൾ നമ്മൾ സെക്കൻഡ് വണ്ടി എടുക്കുമ്പോൾ സാധാരണ വരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പിന്നെ പാർക്ക് ലൈറ്റ് ഞാൻ ഫസ്റ്റ് കാണിച്ചു, അതിൽ പാർക്കിൻ്റെ ബൾബില്ലാത്തതാണ്. അപ്പോൾ പാർക്ക് ലൈറ്റ് കത്തണില്ല, ബാക്കിയൊക്കെ ഹെഡ് ലൈറ്റും വൈഫറൊക്കെ വർക്കിംഗ് ആണ്, വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മീറ്ററും തന്നെ ഫുള്ള് കണ്ടീഷനാണ്, നല്ല വർക്കിംഗ് ആണ്. പിന്നെ ഇപ്പോൾ ഇതിൽ യാത്ര ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്കൊരു എന്താ പറയുക, ഒരു പോരായ്മ എന്ന് തോന്നിയത് ഇപ്പോൾ ഫ്രണ്ട് സീറ്റിലിരുന്ന് ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ എൻജിന് അടിയിലായതുകൊണ്ടാണ്. ഞാൻ പിന്നീട് അബിനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അത് എൻജിന് സീറ്റിൻ്റെ കറക്റ്റ് താഴെ തന്നെ ആയതുകൊണ്ട് കുറച്ചൊന്ന് ഓടുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു എൻജിൻ്റെ ആ ഒരു ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് അതിൻ്റെ ഒരു എയർ വരുന്നുണ്ട്. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഡ്രൈവിങ്ങിൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതാണ് കുറച്ചുകൂടി പഠിക്കാൻ സുഖമുള്ള വണ്ടി. മറ്റേത് പറയുമ്പോൾ അതിൻ്റെ ബോണറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതായത് ഫ്രണ്ടിലേക്ക് ഒരുപാട് ഉണ്ടാകുമ്പോൾ നമുക്കതൊരു ഇത് കിട്ടില്ല. അതാണ് ഇപ്പോൾ കറക്റ്റ് നമ്മൾ ഇരിക്കുന്ന സീറ്റിന് തൊട്ട് താഴെ തന്നെയാണ് ഈ ടയറും അതിനുമായിട്ട് ബന്ധപ്പെട്ട ഈ എൻജിനൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ സുഖമാണ്. കാരണം പെട്ടെന്നൊരു ട്രെയിനിങ് അല്ലെങ്കിൽ വളവൊക്കെ ചെറിയൊരു വളവൊക്കെ വരുമ്പോൾ നമുക്ക് വളയ്ക്കാനും നമ്മൾ ഏത് രീതിയിലൊക്കെ വളയ്ക്കണം എന്നുള്ള രീതിയിൽ സംഭവങ്ങളൊക്കെ അത്രയും സിമ്പിളായിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ അതങ്ങനെ പറയാൻ മെയിനായിട്ട് ഇതിന് ഫ്രണ്ടേജ് ഇല്ല. അപ്പോൾ നമുക്ക് കറക്റ്റ് ഓടിച്ച് പഠിക്കുമ്പോൾ കറക്റ്റ് ഈ ലെവലിൽ നമുക്ക് നോക്കി പഠിച്ചാൽ മതി. മറ്റേ ബോണറ്റ് ഉണ്ടാകുമ്പം അതുകൂടി നമ്മൾ കൺട്രോൾ ചെയ്യണം. അപ്പോൾ തുടക്കത്തിൽ തന്നെ അതുകൂടിയും വരുമ്പോൾ ഒരു ഭയങ്കര പേടിയായിരിക്കും. അതും തന്നെ ഓടിച്ച് സ്റ്റിയറിങ്ങൊക്കെ ഒന്ന് ഓടിച്ച് കിട്ടുമ്പോൾ തന്നെ അവിടെ തട്ടുമോ ഇല്ല, ഭയങ്കര കൺഫ്യൂഷനൊക്കെ. ഇതാകുമ്പോൾ പിന്നെ കറക്റ്റ് നമുക്ക് മനസ്സിലാവും. ഇനി ഒന്ന് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് തല പുറത്ത് കിട്ടും നോക്കിയാൽ നമുക്ക് കറക്റ്റ് കാണും. അതുകൊണ്ട് തന്നെ ഒമ്നിയൊക്കെ പഠിക്കാൻ സുഖമാണ് ഡ്രൈവിങ്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ബാക്കി കാര്യങ്ങൾ. അതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള അതായത് നമുക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല. വണ്ടിയുടെ എൻജിൻ അങ്ങനെ അല്ലെങ്കിൽ എന്താ പറയുക ഇത് അങ്ങനെ ആയാലും അങ്ങനെ ആവും ഇങ്ങനെയൊന്നും കൂടുതലായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല. നോർമലായിട്ട് നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നോർമൽ ബോഡിയും സംഭവങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ടാവുമല്ലോ ഫസ്റ്റ് തന്നെ വണ്ടി. അത് നമ്മൾ കാണിച്ചും ചെയ്തു, ബോഡിയൊക്കെ അതെല്ലാം നോക്കിയിട്ടാണ് എടുത്തത്. പിന്നെ 2 ടയറാണ് വരുന്നത്, ഫ്രണ്ടത്തെ 2 ടയർ അങ്ങനെ നമുക്ക് വാങ്ങിച്ചിട്ടില്ല. ബാക്ക് നല്ല ടയറും കട്ടുള്ളതാണ്, ഈ 2 ടയർ പോരായ്മയായിട്ട് വന്നതിന്. പിന്നെ അല്ലറ ചില്ലറ ഒരു പിന്നെ ആ ബെൽറ്റിന്റെ കാര്യം പറയണ അത് പിന്നെ ഇപ്പോൾ കണ്ടീഷൻ ആക്കിയതാട്ടോ. എടുക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടൊരു സൗണ്ട്. അപ്പോൾ അത് എനിക്കെന്തെന്ന് മനസ്സിലായിരുന്നില്ല. പക്ഷേ അബി പറഞ്ഞു അത് ബെൽറ്റിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി കൂടുതലായിട്ട് എക്സ്പെൻസ് ഒക്കെ വരുന്ന സംഭവം എന്ന് വിചാരിച്ചു. പക്ഷേ അവന് അറിഞ്ഞ ഒരു ഫ്രണ്ടിൻ്റെ അവിടെ കടയിൽ പോയപ്പം അവിടുന്ന് ചെറിയ രീതിയിൽ ജസ്റ്റ് ടൈറ്റ് ആക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ആ ഒരു സംഭവം മാത്രം എനിക്ക് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ ഒരു എവിടെയെങ്കിലൊക്കെ പോയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം ആ കടിയിലൊക്കെ ആകുമ്പോൾ ഭയങ്കര സൗണ്ട് ആയിരുന്നു, കിരിച്ചിട്ടുണ്ട് കയറായിരുന്നു. അപ്പോൾ ആളുകളുടെ ഇടയിലൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ നാണക്കേട് എന്ന് പറയാലോ. കാരണം ഒന്നുമല്ല, എല്ലാവരും നോക്കും. നമ്മളിപ്പോൾ വേറൊരാൾ ഇങ്ങനെ ഈ ഒരു സൗണ്ട് വെച്ച് പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മളും ശ്രദ്ധിക്കും, അല്ലെങ്കിൽ നമ്മളൊരു എന്താ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പറയില്ലേ. അപ്പോൾ അതേമാതിരി എല്ലാവരും മുമ്പിൽ കുറച്ച് ദിവസം ഒന്നുകൊണ്ട് കാഴ്ചവസ്തുവായി. പിന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ആൾ അടിപൊളിയാണ്. ഇനിയിപ്പം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട്. ഒന്ന് പെയിൻറ്റിങ് ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും ഒരുപാട് സംഭവങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഇതിനിടയ്ക്ക് നമ്മൾ ഈ ഓമ്നി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, അങ്ങനെ ഓക്കെ. അല്ലാതെ വണ്ടി എന്നുള്ള ബേസിൽ തന്നെ ഇനി വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യണില്ല. ഇനിയിപ്പം എല്ലാ വർക്കും കഴിഞ്ഞ് ഒക്കെ ഒന്ന് സുന്ദര കുട്ടപ്പനായിട്ട് നമ്മൾ ചെറുക്കം പുറത്തിറങ്ങുമ്പോൾ അപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊരു അടിപൊളി വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ വണ്ടി റണ്ണിങ്ങിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം അതുകൂടിയും കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് ആരും ഇപ്പോൾ കൂടുതലായിട്ട് ഒരു 800 ഒരു എടുക്കാൻ താല്പര്യമുള്ള ഒരാൾ കൂടുതലായിട്ട് വന്നത് ഇതിൽ കുറേ സംഭവങ്ങൾ ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഒരിക്കലും വരരുത്. കാരണം
ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല എല്ലാവരും പോലെ തന്നെ ഒരു സാധാരണക്കാരായിട്ട് 2 പേര് ഒരു ആഗ്രഹം, ഒരു വണ്ടി എടുക്കാന്നുള്ളൊരു ആഗ്രഹം, അപ്പോൾ അത് നിറവേറ്റി, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് എന്തൊക്കെയാണോ അതാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അല്ലാതെ വേറെ ഒരുപാട് ഇങ്ങനെ ഓടി നടന്നതിനും ഒരു ഒമ്നി എടുക്കണം എന്നുള്ള ആഗ്രഹം വെച്ചിട്ട് ഒരു വർഷത്തോളമായിട്ടുണ്ടാവും ചിലപ്പോൾ ഉള്ളിലൊരു ആഗ്രഹമുണ്ട് ഒമ്നി എന്നുള്ളൊരു ചിന്ത. അങ്ങനെ തന്നെ ഇപ്പോഴാണ് സാധിച്ചെടുത്തതും. എനിക്ക് കുറേ കാലമായിട്ടുള്ള ആഗ്രഹം എന്താ വെച്ചാൽ ഈ ഒമ്നി എന്നുള്ളൊരു ആഗ്രഹം പറയുമ്പോൾ എൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ അവനൊരു ഒമ്നി എടുത്തിട്ട് വേണം എനിക്കൊന്ന് പഠിക്കാനും എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതും ഇപ്പോൾ ഞങ്ങൾ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. എനിക്ക് അവസരം കിട്ടാഞ്ഞിട്ടല്ല, ഒരിക്കലും അവസരം കിട്ടാഞ്ഞിട്ടായിരുന്നില്ല, പക്ഷേ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിപ്പോൾ ഒരു താല്പര്യമില്ലാതെ നമ്മൾ ഒന്നിക്ക് നിന്നിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഒരു താല്പര്യം എവിടെ നിന്നൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആ താല്പര്യം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള പരിപാടിയാണ്. നമുക്ക് നോക്കാം. അതിൻ്റെ റണ്ണിങ്ങിലുള്ള എക്സ്പീരിയൻസും അതിൻ്റെ എന്താ പറയുക ഓവറോൾ കാര്യങ്ങളും ഒന്നുകൂടി നമ്മൾ നോക്കിയതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടൊക്കെയാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ശ്രമം നടത്തി, പക്ഷെ അത് നമ്മുടെ വ്ളോഗിൽ ഇടാൻ മാത്രമുള്ളൊരു പവർ അതിലില്ലാത്തതുകൊണ്ട് അത് ഇടുന്നില്ല. പക്ഷെ എന്തായാലും വിചാരിച്ചതിനെക്കാട്ടിലും ഉഷാറായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. വേറൊന്നുമല്ല, വണ്ടി ഡ്രൈവ് ചെയ്ത് നോക്കി ഏകദേശം 2-2.5 കിലോമീറ്റർ ഒറ്റയ്ക്ക് ഓടിച്ചു. അപ്പോൾ കുഴപ്പമില്ല. നോർമലായിട്ട് സാധാരണ ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാരുണ്ടാവുന്ന സ്ഥിരം കലാപരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വിചാരിച്ചു. ഉണ്ടായിട്ടില്ല, വണ്ടി ഓഫായിട്ടൊന്നും കേട്ടോ, ഫുള്ളായിട്ട് ഫുള്ള് ഡ്രൈവ് ചെയ്ത് തന്നെ പോയത്. അപ്പോൾ ഞാനെൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അവൻ്റെ കൂടെ പോയിട്ട് ആക്സിഡൻറ്റിൻ്റെ കാര്യം ഞാൻ ആദ്യമായിട്ടല്ലേ, അപ്പോൾ ആക്സിഡൻറ്റിൻ്റെ സംഭവം ഞാൻ അവൻ്റെ കൂടെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിപ്പുറത്ത് സീറ്റിലിരുന്നിട്ട് ആക്സിഡൻറ്റ് കാര്യം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇന്നാണ് ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് ക്ലച്ചും ഗിയറും കാര്യങ്ങളൊക്കെ ആശാൻ അറിയാം. ഇതൊക്കെ കൂടി വരുമ്പോഴാണ് ഒന്നും അറിയാത്തത്. എനിക്കിപ്പോൾ എനിക്കിപ്പോ അങ്ങനല്ല, എനിക്കിപ്പോ ഗിയർ മാറ്റാൻ ഒരാളിപ്പുറത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എത്ര ദൂരം വേണമെങ്കിലും ഓട്ടോ എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. ഇതെന്താ പറയുക, എല്ലാം കൂടി ഒരാൾ തന്നെ ചെയ്യണം എന്ന് പറയുമ്പോൾ അതാണ് ഒരു കുറച്ച് ബുദ്ധിമുട്ട്. അതിനെനിക്ക് വൈപ്പർ നമ്മൾ അഭിയായിട്ട് തന്നിരുന്നു, കുറച്ച് മഴ ഉണ്ടായിരുന്നു. പിന്നെ ഗിയർ മാറ്റാനാകുമ്പോൾ ഞാനങ്ങനെ തോണ്ടും, അപ്പോൾ അവൻ തോണ്ടുമ്പോൾ ഗിയർ മാറ്റി തരും, ഞാൻ ക്ലച്ച് ചവിട്ടും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഡ്രൈവിങ് പരമായിട്ടുള്ളൊരു വീഡിയോ തന്നെ വൈകാതെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ അവനോട് ചോദിച്ചു എന്താ പവർ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ഈ ബൈക്ക് ഓടിക്കണം എന്നോട് കാറിൻ്റെ എന്ത് പവർ വെച്ചിട്ട് എന്താ ഞാൻ പറയാം. എന്നാലും ബൈക്കിനെ അപേക്ഷിച്ച് കാറിന് നല്ല പവറുണ്ട്. പിന്നെ അപ്പോൾ ഇതൊക്കെ തന്നെ സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ഒരു അനുഭവം ചെറിയ രീതിയിൽ നമ്മളൊരു സന്തോഷം നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക, പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല നല്ല വീഡിയോകളൊക്കെ വരും, കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.